Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് തൗബയിൽ 26-27 സൂക്തങ്ങൾ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين ثم يتوب الله من بعد ذلك على من يشاء والله غفور رحيم. ثم പിന്നെ അൻസലല്ലാഹു അല്ലാഹു ഇറക്കി സക്കീനത്തഹു അവൻ്റെ സമാധാനത്തെ ശാന്തിയെ അലാ റസൂലിഹി അവൻ്റെ ദൂതൻ്റെ മേൽ വഅലൽ മുഅ്മിനീന സത്യവിശ്വാസികളുടെ മേലും വഅൻസല അവൻ ഇറക്കി ജുനൂദൻ സൈന്യങ്ങളെയും ഇറക്കി ലം തറൗഹ നിങ്ങൾ കാണാത്ത വഅദബല്ലദീന കഫറു സത്യനിഷേധികളെ ശിക്ഷിക്കുകയും ചെയ്തു. വദാലിക അതത്രേ ജസാഉൽ കാഫിരീൻ സത്യനിഷേധികൾക്കുള്ള സമ്മാനം. സുമ്മ യതൂബുല്ലാഹു പിന്നെ അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചു. മിൻ ബഅദി ദാലിക അതിനു ശേഷം സ്വീകരിക്കുന്നു. അലാ മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും. വല്ലാഹു ഗഫൂറുർ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. സുമ്മ അൻസലല്ലാഹു സക്കീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ പിന്നെ അള്ളാഹു അവൻ്റെ സമാധാനത്തെ അവൻ്റെ ദൂതൻ്റെ മേലും സത്യവിശ്വാസികളുടെ മേലും ഇറക്കി. വഅൻസല ജുനൂദല്ലം തറൗഹ നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെയും ഇറക്കി. വഅദബല്ലദീന കഫറു സത്യനിഷേധികളെ അവൻ ശിക്ഷിച്ചു. വദാലിക ജസാഉൽ കാഫിരീൻ സത്യനിഷേധികൾക്കുള്ള സമ്മാനം അതത്രേ, പ്രതിഫലം അതത്രേ. സുമ്മ യതൂബുല്ലാഹു മിൻ ബഅദി ദാലിക പിന്നെ അതിനുശേഷം അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നു. അലാ മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരുടെ. വല്ലാഹു ഗഫൂറുർ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയുമാണ്. ഇന്നലെ നമ്മൾ മനസ്സിലാക്കി ഹുനൈൻ യുദ്ധം അത് ഹിജ്റ 8-ാം വർഷം നടന്ന മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷവും എതിരാളികൾ ഹവാസിൻ സഖീഫ് ഗോത്രം തബൂക്കുകാരാണ്. അവർ ഭൂരിപക്ഷവും 12,000 പേര്, മുസ്ലിമീങ്ങൾ 4,000 പേര്. ഇങ്ങനെ ഹുനൈൻ എന്ന പ്രദേശത്ത് വെച്ച് നടന്ന യുദ്ധമാണത്. മുസ്ലിമീങ്ങൾക്ക് അല്പം എണ്ണക്കൂടുതലുണ്ടായപ്പോൾ ഒരു ഇത്തിരി അഹന്ത എന്ന് പറയില്ല നമ്മൾ, അല്ലെങ്കിൽ ഇത്തിരി അറിവില്ലായ്മ, അമിതമായ ആത്മവിശ്വാസം. ഞങ്ങൾ എണ്ണത്തിൽ കൂടുതലുണ്ട്, അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ജയിച്ചത് തന്നെ എന്നാണ് അവർ മനസ്സിലാക്കിയത്. പക്ഷേ അങ്ങനെ സ്വന്തം കഴിവ് കൊണ്ട് ജയിക്കല്ല ചെയ്യുന്നത്. ഇതുവരെ നിങ്ങളിങ്ങനെ നിലനിന്ന് പോകുന്നതും നിങ്ങളെ മക്ക നിങ്ങളുടെ അധീനതയിൽ കൊണ്ടുവന്നതൊക്കെ നിങ്ങളെ കഴിവ് കൊണ്ടും നിങ്ങളെ എണ്ണപ്പെരുപ്പം കൊണ്ടും നിങ്ങളെ യോഗ്യത കൊണ്ടൊന്നുമല്ല, അള്ളാഹിൻ്റെ സഹായം കിട്ടിയത് കൊണ്ടാണ്. അത് അള്ളാഹ് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കരാർ ലംഘകരോട് ഇനി സായുധ യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ അത് നിങ്ങൾക്ക് ദോഷമായി വരും എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ധരിക്കുന്നു. കാരണം അറബികൾ ഒന്നടങ്കം ഈ മുസ്ലിമീങ്ങൾക്കെതിരെ പൊരുതാൻ വന്നാൽ പിന്നെ നമുക്ക് നിൽക്കക്കള്ളിയില്ലാതെ നമ്മൾ പരാജയപ്പെടും. അതുകൊണ്ട് ഇങ്ങനെ യുദ്ധം പ്രഖ്യാപിക്കേണ്ടിയിരുന്നോ എന്നൊക്കെ ഒരാശങ്ക മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായപ്പോൾ നിങ്ങളല്ല കാര്യങ്ങൾ നടത്തുന്നത്, അള്ളയാണ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളയാണ് നിങ്ങളെ സഹായിച്ചത്, അവനാണ് മുമ്പ് സഹായിച്ചിട്ടുള്ളത്, ഇനിയും സഹായിക്കുക. ആ ഒരു ബോധത്തിൽ നിന്ന്, ആ ഒരു അടിസ്ഥാന അറിവിൽ നിന്ന്, ആ ഒരു അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ തെന്നിപ്പോകാൻ പാടില്ല. അത് പഠിപ്പിക്കുകയാണ്. ലഖദ് നസറകുമുല്ലാഹ്
അള്ളാഹ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഫി മവാത്തിന കസീറത്തിൻ, ഒരുപാട് സ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും യുദ്ധരംഗത്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. യൗമ ഹുനൈനിൻ, അത് എടുത്തു പറയാണ്, യൗമ ഹുനൈൻ യുദ്ധത്തിലും. അത് ഇന്നലെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹുനൈൻ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ സഹായം അതെങ്ങനെയുണ്ടായത്? ഈ 12,000 വരുന്ന ആളുകൾ ഹുനൈനിലേക്ക് എത്തുമ്പോൾ മലമടക്കുകളിൽ ഒളിച്ചിരുന്ന ഒളിപ്പോരാളികൾ, എതിരാളികളായ ഒളിപ്പോരാളികൾ അമ്പ് ചെയ്തുകൊണ്ട് മുസ്ലിമീങ്ങളെ തുരത്തി മുസ്ലിമീങ്ങൾ പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റി. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം യാ സുഹാബ സമുറ, യാ സുഹാബ സൂറത്തുൽ ബഖറ എന്നൊക്കെ പറയും. അതിൽ കേൾക്കുമ്പോൾ കേൾക്കേണ്ട ആവേശം കൂടാണ്. അൽ ബഖറയിൽ മരിച്ചവരെ സംബന്ധിച്ചും സ്വർഗത്തെ സംബന്ധിച്ചൊക്കെ പരാമർശം. അതുപോലെ തന്നെ ജാലൂത്തും താലൂത്തും തമ്മിലുള്ള യുദ്ധത്തിൽ താലൂത്തിൻ്റെ വിജയം, സുബ്ഹാനല്ലാഹ്, ദാവൂദ് നബി അലൈഹിസ്സലാം ജാലൂത്തിനെ കൊല്ലുന്നത്, ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങോട്ട് മനസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അവർ ആവേശത്തോടു കൂടി തിരിച്ചു വരിക. ഓടിപ്പോകുമ്പോൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കടലിൽ ചെന്നിട്ട് അദ്ദേഹം ഓടിയിട്ടില്ല. അദ്ദേഹം അവസാനം ഇസ്ലാം സ്വീകരിച്ചാൽ അദ്ദേഹം ഓടിയിട്ടില്ല. കടലിൽ ചെന്നിട്ട് ഞങ്ങളെ ഓട്ടം അവസാനിക്കുള്ളൂ, നിങ്ങൾക്ക് വേറെ എവിടേക്കും ഓടാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് ഓടുന്നവരോട്, ഭീരുത്വം പറയും. അപ്പം ഇങ്ങനെ മുസ്ലിമീങ്ങളെ അല്ലാഹു തആല സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിളി കേട്ടപ്പോൾ അള്ളാഹു അവരെല്ലാവരെയും തിരിച്ചെത്തിക്കാൻ സുമ്മ അൻസലല്ലാഹു സക്കീനത, പിന്നെ ഈ ഓടിപ്പോയ ആളുകൾ ഈ വിളി കേട്ടപ്പോൾ അവരുടെ മനസ്സിന് എന്തൊന്നുമില്ലാത്തൊരു കുളിർമയും ഒരു സമാധാനവും. ഇതെങ്ങനെ ഉണ്ടായത്? ഈ ഒരു വിളി കൊണ്ടുണ്ടായതാണോ? ഈ ഒരു വിളി നടന്നതോടൊപ്പം അള്ളാഹുവാണ് വിളി അവരെ കേൾപ്പിക്കുന്നതും അതിൻ്റെ അവരുടെ മനസ്സിലേക്ക് സമാധാനം നൽകുന്നത്. അതാണ് സുമ്മ അൻസലല്ലാഹു സക്കീനതഹു. സക്കീന പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇതിൻ്റെ വാക്കർത്ഥം, സമാധാനം. അലാ റസൂലിഹി, അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിൻ്റെ അവൻ്റെ ദൂതനും, വഅലൽ മുഅ്മിനീന, വിശ്വാസികൾക്കും. ഇനി ഉറച്ചു നിന്ന് പൊരുതാം. നമ്മളെ വിളിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവ്യനാണ്. അവരുടെ നേതൃത്വത്തിൽ നമുക്ക് പൊരുതാം എന്ന് പറഞ്ഞ് ഓടിപ്പോയവരൊക്കെ തിരിച്ചു വരികയാണ്. സുബ്ഹാനല്ലാഹ്. വഅൻസല ജുനൂദല്ലൻ തറൗഹ, നിങ്ങൾക്ക് കാണാനാവാത്ത സൈന്യത്തെയും ഇറക്കിയിട്ടുണ്ട്. അത് പക്ഷേ ബദറിലും ഉഹദിലും ഒക്കെ ഉണ്ടായതുപോലെ മലക്കുകളാവാം. അള്ളാഹുവാണ് അറിയുന്നവൻ. സൂറത്തു ആൽ ഇംറാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് മലക്കുകൾ ഇറങ്ങിയ സംഭവമൊക്കെ. അപ്പോൾ വഅൻസല ജുനൂദൻ ലം തറൗഹ, നിങ്ങൾ കാണാത്ത സൈന്യത്തെയും. വഅദബല്ലദീന കഫറു, കാഫിറുകളെ ശിക്ഷിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും കാഫിറുകൾ, നിഷേധികൾ പിന്തിരിഞ്ഞോടി. വെറുതെ പിന്തിരിഞ്ഞ് ഓടല്ല ചെയ്തത്. അവരുടെ സ്വത്തും മുതലും സ്ത്രീകളും കുട്ടികളൊക്കെ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടു. യോദ്ധാക്കൾ രക്ഷപ്പെട്ടു. ഈ കൂട്ടത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഒരുപാട് ഒട്ടകങ്ങൾ, ഒരുപാട് ആടുകൾ, ഒരുപാട് വെള്ളി നാണയങ്ങൾ ഒക്കെ അവിടെ ഇട്ടേച്ചിട്ടാണ്. അതോടൊപ്പം അവരവരുടെ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ ഉപേക്ഷിച്ചു. അപ്പോൾ ഇവരൊക്കെ എന്താ, യുദ്ധത്തിൻ്റെ മുറ അനുസരിച്ച് അക്കാലത്ത് അടിമകളാക്കപ്പെടും. അവരുടെ മുതൽ 24,000 ഒട്ടകം, 4,000 ആടുകൾ, 4,000 വെള്ളി നാണയം. 4,000 ആടല്ല, 40,000 ആട്, 24,000 ഒട്ടകം, 40,000 ആട്, 4,000 വെള്ളി നാണയം. ഇതൊക്കെ ഉപേക്ഷിച്ചു. അതിന് പുറമെ ഭാര്യമാരും സ്ത്രീകളും ഇവരൊക്കെ ബന്ധികളാക്കി. അവസാനം അവർ പിന്തിരിഞ്ഞ് പോയി. 20 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ നേതാവ് അടക്കമുള്ളവർ, അവരുടെ നേതാവ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ആരായിരുന്നു? മാലിക് ബിൻ ഔഫ്. അദ്ദേഹം അടക്കം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. പറ്റിപ്പോയ അബദ്ധമാണ്. അതവർക്ക് മനസ്സിലായി. എന്താണ് അതിനുള്ളൊരു പ്രചോദനം? ഈ സ്ത്രീകളും കുട്ടികളും ഇവിടെ ബന്ധികളാണ്. ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു എന്ന് റസൂലിൻ്റെ മുമ്പിൽ അഭ്യർത്ഥന വെക്കണം, അപേക്ഷ സമർപ്പിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാലൊരു കാര്യം, ഒന്നുകിൽ നിങ്ങളുടെ മുതൽ വിട്ടുതരാം, ഒട്ടകവും ആടും പൈസയൊക്കെ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ബന്ധികളെ വിട്ടുതരാം. ഏതാ വേണ്ടത് വെച്ചാൽ സ്വീകരിച്ചോളൂ. രണ്ടും കൂടി തരാൻ പറ്റില്ല. കാരണം അത്രയും വലിയ ഉപദ്രവമാണ് നിങ്ങൾ ചെയ്തത്, അത്രയും വലിയ രാജ്യദ്രോഹമാണ് നിങ്ങൾ ചെയ്തത്. അള്ളാഹുവിൻ്റെ ദീനിൽ വരിക എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും സമാധാനം, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുക എന്ന് പറഞ്ഞത് ദുനിയാവിൽക്കും ആഖിറത്തിലേക്കും ഫലമുള്ളതാണ്. നിങ്ങൾ എന്നിട്ട്
ഈ അറബികൾ മുഴുവനും കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നത് കണ്ടിട്ട് നിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങോട്ട് അടിച്ചൊതുക്കാൻ വേണ്ടി വരിക. ഇതൊക്കെ ആയിരിക്കുമല്ലോ മുസ്ലിമുകളെ മനസ്സിൽ വരിക. അതുകൊണ്ട് രണ്ടാലൊന്നും ചെയ്യാം, എല്ലാം കൂടി വിട്ടു തരില്ല. കാരണം മുതൽ കിട്ടിയാൽ ചിലപ്പോൾ നിങ്ങൾ ഇതൊക്കെ കൂടി വിട്ടിട്ടിയാൽ നിങ്ങൾ ഇനിയും പഴയ മാതിരിയാവും. അതും കൂടി സൂചന ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ബന്ധികളെ തരാം, അല്ലെങ്കിൽ മുതൽ തരാം, ഏതാ വേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബന്ധികളെ മതി. ബന്ധികൾ പലരും സഹാബിമാരുടെ അടിമകളാക്കപ്പെട്ടിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ വിളിച്ചു പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് അവരെ അറിയിച്ചിട്ടുണ്ട്, അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആരുടെ കൈകളിലൊക്കെയാണോ ബന്ധികൾ ഉള്ളത് അവരെ മുഴുവനും ഇവിടെ ഹാജരാക്കണം. നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കാൻ പോവുകയാണ്. എല്ലാവരും അത് സമ്മതിച്ചു. എന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളെ നേതാക്കന്മാരെയും കൂടി, ഓരോ ഗോത്രം ഉണ്ടാവുമല്ലോ അറബികളാണെങ്കിൽ, നിങ്ങളെ നേതാക്കന്മാരെയും കൊണ്ടുവരും, അവരോട് ഒന്ന് പറഞ്ഞ് ഉറപ്പിക്കട്ടെ. അവരും ഒന്ന് കാര്യങ്ങൾ ജിയറാൻ എന്ന് പറയുന്ന ജിയറാൻ എന്നുമൊക്കെ ഇന്ന് അറിയപ്പെടുന്ന ഹറമിൻ്റെ അതിർത്തി, ഇന്ന് അവിടേക്ക് ഉംറക്കൊക്കെ ആൾക്കാർ പോകാറുണ്ട്. ഹറമിൽ നിന്നൊരു 10 കിലോമീറ്ററിൻ്റെ താഴേക്ക് അങ്ങോട്ട് ദൂരം ഉണ്ടാവുള്ളൂ. ജിയറാൻ, അവിടെ വളരെ പ്രസിദ്ധമായൊരു പള്ളിയുണ്ട്, ജിയറാന പള്ളി. അവിടുന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി ആൾക്കാർ പോകാറുണ്ട്. അവിടെ വെച്ചിട്ട് ഗനീമത്ത് സ്വത്തൊക്കെ വിഭജിച്ച് കൊടുത്തു. ഇവരുമായി സംസാരിച്ച് ഇവർ ഇസ്ലാമിലേക്ക് വന്നു. അവരവരുടെ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ നാട്ടിലേക്ക് മടങ്ങി. പിന്നെ അവർ നല്ല മുഅ്മിനീങ്ങളായി മാറി കേട്ടോ. മുസ്ലിമീങ്ങളിൽ നിന്ന് 71ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. 4 എന്ന് പറഞ്ഞ ചില ഉദ്ധരണികളുണ്ടെങ്കിലും ഇത്രയും വലിയ 4 ആവാൻ ഒരു സാധ്യതയുമില്ല. 71 എന്ന് പറയുന്ന ചരിത്രമാണ് സത്യമാവുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതാണ് ഹുനൈൻ യുദ്ധം. പിന്നെ അല്ലാഹു തആല ഇത്തരത്തിൽ വഅദബല്ലദീന കഫറു, കാഫറുകളെ ശിക്ഷിച്ചു പറഞ്ഞാൽ മതിയല്ലോ. അവരെ മുതൽ മുഴുവൻ അങ്ങോട്ട് പോന്നു. മുതൽ മുഴുവൻ മുസ്ലിം യോദ്ധാക്കൾക്ക് വിഭജിച്ച് കൊടുക്കുക. വദാലിക ജസാഉൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് കിട്ടേണ്ട സമ്മാനം അതുതന്നെയാണ്. കാരണം അവർ ചെയ്തത് വലിയ ദ്രോഹമാണ്. അതുകൊണ്ട് നിഷേധികൾക്ക്, ഈ നിഷേധികൾ എന്ന് പറഞ്ഞാൽ കേവലമായി നിഷേധിച്ച് ഞങ്ങൾക്ക് അതിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോയിരിക്കുകയല്ല. അവരെന്താ ചെയ്തിരിക്കുന്നത്? യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. അത് വലിയ അക്രമമാണ്. നിഷേധം തന്നെ പല തരത്തിലുണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ലാതെ പോണവരുണ്ട്, ഉപദ്രവിക്കണവരുണ്ട്. ഇപ്പം നിഷേധം നമുക്കറിയില്ല, തട്ടമിട്ട പെൺകുട്ടിയെ പേടിക്കുക എല്ലാവർക്കും പേടി, തട്ടട്ടാലേ. ഇത്ര വലിയ ഭീകരത പറയുന്ന നിഷേധികളുണ്ട്. അപ്പോൾ നിഷേധം എന്നും എല്ലാ കാലത്തും വിവിധ പടികളുണ്ടാകും. അപ്പോൾ ഇങ്ങനെ നിഷേധിക്കുകയും ശാരീരികമായി സാമൂഹ്യമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തവർക്കുള്ള പ്രതിഫലമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അതുതന്നെ എല്ലാ യുദ്ധങ്ങളിലും സംഭവിക്കുക. സുമ്മ യതൂബുല്ലാഹു മിൻ ബഅദി ദാലിക, പിന്നെ അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവരുടെ തൗബ സ്വീകരിക്കും. ഇവരുടെ നേതാവടക്കം തൗബ ചെയ്ത് തിരിച്ചു വന്നു എന്ന് പറഞ്ഞല്ലോ, അത് അല്ലാഹു സ്വീകരിക്കുന്നു. അപ്പോൾ മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുകയാണ്, നിങ്ങളെ കഴിവും സാമർഥ്യമൊന്നുമല്ല, അള്ളാഹുവിൻ്റെ കഴിവും സാമർഥ്യവുമാണ്. മിൻ ബഅദി ദാലിക, അള്ളാഹു അതിന് ശേഷം തൗബ സ്വീകരിക്കും. അലാ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരുടെ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അകത്ത് ആദ്യത്തെ 10 സ്വീകരിക്കാൻ, രണ്ടാമത്തെ 10 സ്വീകരിക്കൂല, ആദ്യം വരുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ. അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ആത്മാർത്ഥത നോക്കിയിട്ട്. കാക്കത്തൗബ അല്ലേ നമ്മൾ പറയില്ല, കാക്കത്തൗബയാണ് അറിയല്ലോ. എന്ന് വച്ചാൽ ആളുകളുടെ തൗബ സ്വീകരിക്കേണ്ടത് ആർക്കാണ് അതിനുള്ള അർഹത എന്ന് അള്ളാഹ്ക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് സുമ്മ യതൂബുല്ലാഹു മിൻ ബഅദി ദാലിക അലാ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരുടെ എന്ന് പറഞ്ഞാൽ അതിനുള്ള അർഹതയുള്ളവരെ, അർഹത തെളിയിച്ചവരെ, അവരുടെ തൗബ അള്ളാഹ് സ്വീകരിക്കും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. ഞാനിങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ അത് ഓതിയാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാവുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കുറേയൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ചൊക്കെ ഓതിയാൽ നമുക്ക് മനസ്സിലാവണില്ലേ? അങ്ങനെ സംഭവിക്കണില്ലേ? അപ്പോഴേതുകൊണ്ട് നമുക്ക് ഫലമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം കേട്ടോ. സുമ്മ അൻസലല്ലാഹു സക്കീനതഹു അലാ റസൂലിഹി, പിന്നെ അള്ളാഹു അവൻ്റെ ദൂതൻ്റെ മേൽ അവൻ്റെ ശാന്തി ഇറക്കി. വഅലൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ മേലും. വഅൻസല ജുനൂദൻ ലം തറൗഹ, നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെയും ഇറക്കി. വഅദബല്ലദീന കഫറു, കാഫിറുകളായവരെ ശിക്ഷിച്ചു. വദാലിക ജസാഉൽ കാഫിരീൻ, ജസാ എന്ന സമ്മാനം എന്നാണ് വാക്കിനർത്ഥം. കാഫിറുകളുടെ സമ്മാനം അതത്രേ. സുമ്മ യതൂബുല്ലാഹു മിൻ ബഅദി ദാലിക അലാ മൻ യശാ, പിന്നീട് അള്ളാഹു അതിനൊക്കെയും ശേഷം അവൻ ഉദ്ദേശിക്കുന്നവരുടെ തൗബ സ്വീകരിക്കുന്നു. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു.
അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളൊക്കെ പുറത്തു നൽകുന്ന ഭാഗ്യവാന്മാരെ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കരുത്തുറ്റ ഈമാനോടുകൂടി നിലകൊള്ളാൻ നമുക്ക് അവൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുട്ടികൾക്കും അവൻ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.